മുരളി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മകൻ ആണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ശ്രീജളി ജയൻ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി, അല്ലെങ്കിൽ ജയന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വരികയാണ്. അല്ലെങ്കിൽ ജയൻ ഒരു മകനുണ്ട് എന്ന രീതിയിൽ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു പ്രാധാന്യമുള്ള വാർത്തയായിട്ട് ഒരു അമ്മയും മകനും ഇരിക്കുന്ന ഫോട്ടോയും കൊടുത്ത് ഒരു ന്യൂസ് വരികയാണ്. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, ഒരുപാട് ആളുകൾ, നല്ല കാശൊക്കെ ഉള്ള ആളുകൾക്ക് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ അവീതം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് അവീതം എന്നൊക്കെ പറയും, ഒന്നുമല്ല. ഇപ്പോൾ ഒരു വലിയ മുതലാളി അല്ലെങ്കിൽ ഒരു ഭൂപ്രഭു ആണെങ്കിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആശ്രിതന്മാരും കുറേ ആളുകളും, അവരിൽ പല സ്ത്രീകളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടാവും, പലരിലും മക്കളും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ആരും കണ്ണടച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, പറയാം. പക്ഷേ അത് നമ്മൾ അംഗീകരിച്ച് അല്ലെങ്കിൽ അത് മകനാണ് അങ്ങനെയൊന്നുമല്ല. ആ മക്കളൊക്കെ കുറെ കാലം ഇങ്ങനെ അമ്മയ്ക്ക് അവീതത്തിൽ ഉണ്ടായതാന്നുള്ള രീതിയിൽ ഒരുപാട് നാണം കെട്ട് ജീവിക്കുന്നു. പക്ഷെ ചിലപ്പോൾ നല്ല പഠിച്ച് നല്ല ജോലി നേടി നല്ല നിലയിലെത്തുമ്പോൾ ഇതൊക്കെ മറന്ന് അല്ലെങ്കിൽ അമ്മയൊക്കെ നന്നായിട്ട് നോക്കി അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാതെ നിരന്തരം വന്നിട്ട് എൻ്റെ അമ്മ ഒരു മോശം സ്ത്രീ ആയിരുന്നു എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഇത്രയും പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയെ മോശം ആളായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ ആരും പെരുമാറില്ല. അത് അദ്ദേഹം മുരളി ജയന്റെ മകനാണെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അറിയുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഒരു സഹതാപം കൊണ്ട് ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കും, അത് മകനാണ്. ഇപ്പോൾ ഈ മുരളി തന്നെ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ, ലക്ഷ്മി മോള് ഒരിക്കൽ ഞാൻ കണ്ടപ്പോൾ ലക്ഷ്മി മോളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് എൻ്റെ വല്യച്ഛൻ്റെ മകനാണെന്ന് രഹസ്യമായിട്ട് പറഞ്ഞു. അങ്ങനെ നല്ല മനസ്സോടുകൂടെ അംഗീകരിക്കാൻ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ അവര് അത് എല്ലാവരുടെ മുന്നിലും ജയന്റെ മകനാണ് എന്ന് പറഞ്ഞ് ജയനെ അപമാനിക്കാൻ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കില്ല. കാരണം ജയൻ എന്ന് പറയുന്നത് നമ്മൾ അത്രയും ആരാധിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അവീത കഥയിൽ കൊണ്ടുവരണമെന്ന് അവരുടെ കുടുംബത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവരൊരിക്കലും അംഗീകരിക്കുന്നു വിചാരിക്കാൻ പറ്റില്ല. ഒരിക്കലും മുരളി ജയന്റെ മകനല്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യന്മാര് എത്ര മഹാന്മാരാണെങ്കിലും എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും അവർക്ക് ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാലും സ്വസ്ഥത കിട്ടാത്ത മനുഷ്യന്മാരെന്ന് പറയില്ലേ, അതിൽ പെട്ടതാണ് ഈ ജയൻ എന്ന് പറയുന്നത്. നിങ്ങൾ നിയമപരമായിട്ട് പോവുക. ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും ഈ ആദ്യം പറഞ്ഞ കാര്യം തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇതേപോലെ അവീത സന്തതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കെട്ടിപ്പിടിച്ച് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അയ്യോ ഇതെന്റെ വല്യച്ഛന്റെ ജാരസന്തതിയാണോ, ഇതെന്റെ ചെറിയച്ഛന്റെ ജാരസന്തതി, ഇതെന്റെ അച്ഛന്റെ ജാരസന്തതിയാന്ന് പറയാൻ നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇമാതിരി കമന്റുകൾ പോയിട്ട് ഇടുക.